കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളകം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ശുദ്ധജല വിതരണ പൈപ്പ് തുടർച്ചയായി പൊട്ടി റോഡ് തകർന്നതിലും ജലവിതരണം തടസ്സപ്പെടുന്നതിലും പ്രതിഷേധിച്ച് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. പെരുവമ്മുഴി പാലം മുതൽ കടാതി പാലം വരെയുള്ള ഭാഗങ്ങളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം വൻതോതിൽ പാഴാകുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളകം പഞ്ചായത്ത് പരിധിയിൽ ശുദ്ധജല വിതരണ പൈപ്പ് തുടർച്ചയായി പൊട്ടി റോഡ് തകരുന്നതിലും ജലവിതരണം തടസ്സപ്പെടുന്നതിലും പ്രതിഷേധിച്ച് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. പെരുവമ്മൂഴി പാലം മുതൽ കടാതി പാലം വരെയുള്ള ഭാഗങ്ങളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം വൻതോതിൽ പാഴാകുകയാണ്. പൈപ്പ് പൊട്ടുന്നതിനൊപ്പം ഉന്നത നിലവാരത്തിൽ നവീകരിച്ച് ടാറിംഗ് നടത്തിയ റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെടുന്നതും കുഴിയിൽ വീണുള്ള അപകടങ്ങളും പതിവായിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് രജിത സുധാകരൻ, വൈസ് പ്രസിഡന്റ് ജിജോ പാപ്പാലിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ലിസി എൽദോസ്, PM എൽദോ, സൂസി പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത്. തുടർന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാനു പോളുമായി ജനപ്രതിനിധികൾ ചർച്ച നടത്തി. നിലവിലുള്ള പഴകിയ പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുന്നതിനായി 3 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ജലസേചന വകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. റോഡ് വെട്ടിപ്പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ദേശീയപാത അധികൃതരുമായി അടിയന്തരമായി ബന്ധപ്പെടും. നിലവിൽ പൈപ്പ് പൊട്ടിയുണ്ടായിട്ടുള്ള തകരാറുകൾ അടിയന്തരമായി പരിഹരിച്ച് ജലവിതരണം പുനഃസ്ഥാപിക്കും തുടങ്ങിയ ഉറപ്പുകളും ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾക്ക് നൽകി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് ജനപ്രതിനിധികൾ വ്യക്തമാക്കി.